CA Foundation results are out. First things first. കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ളതാണ്. See, whatever I have to say or I don't have to say, it doesn't matter much. What we have to focus now is എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ലൈക്ക് റിക്കവറി പ്ലാൻ ഓർ സംതിങ്. കാരണം ഐ റിമെമ്പർ എന്നോടും ഇപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട്സിൻ്റെ തൊട്ട് മുന്നേ വരെ ചില സ്റ്റുഡൻസ് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എന്താണ് എക്സ്പെക്റ്റേഷൻ റിസൾട്ടിനെ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഞാൻ പൊതുവെ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനെ പറ്റിയൊന്നും സംസാരിക്കാൻ നിൽക്കാറില്ല. ജസ്റ്റ് എന്തെങ്കിലും സ്മൈലേക്ക് ഇട്ടാണ്ട് ആ മെസ്സേജ് ഒഴിവാക്കാനാണ് നോക്കാറ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡീപ്പ് ഇൻസൈഡ് ഐ ഹാഡ് ദിസ് എക്സ്പെക്റ്റേഷൻ ഫീലിംഗ് ദാറ്റ് ഇൻ്റർമീഡിയറ്റിൻ്റെയും ഫൈനലിൻ്റെയും നല്ല അടിപൊളി റിസൾട്ട്സ് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, CA ഫൗണ്ടേഷൻ എക്സാംസും ദിസ് ടൈം നല്ലതായിരിക്കണം എന്നുള്ളത്. ബട്ട് ഇന്നലത്തെ പാസ് പെർസെൻറ്റേജ് കണ്ടപ്പോൾ 15%, വിച്ച് ഇസ് ലൈക്ക് മച്ച് ലോവർ. ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് 30-35% നിന്നിരുന്ന പാസ് പെർസെൻറ്റേജ് CA ഫൗണ്ടേഷനിൽ, അതും എസ്പെഷ്യലി CA ഫൈനലിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്ന പെർസെൻറ്റേജിനേക്കാളും അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റിൽ ഉണ്ടായിരുന്ന എക്സാമിനേഷൻ റിസൾട്ടിനേക്കാളും കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇനീഷ്യലി ഐ വാസ് ഷോക്ക്ഡ്. ദാറ്റ് ഈസ് നോട്ട് ദ മെയിൻ ഫാക്ടർ ഓവർ ഹിയർ. പാസ് പെർസെൻറ്റേജ് എന്തും ആവട്ടെ, ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിസൾട്ട്സ് കണ്ടപ്പോൾ പല സബ്ജക്റ്റിലും അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ കുറഞ്ഞു പോയി എന്നുള്ളത് കണ്ടപ്പോൾ that was also like that was a main area to be addressed over here. So now see, what do I have to say about this? See, ഒരുപാട് ഫോൾസ് ഹോപ്പോ കാര്യങ്ങളോ ഒന്നും തരാനും ഞാൻ ഈ വീഡിയോ ഒന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒരു ജനറലായിട്ട് ആസ് എ ഫാക്കൽറ്റി, ഞാനൊരു 10-12 വർഷമായി ഏകദേശം ടീച്ചിങ് ഫീൽഡിൽ. ആസ് എ ഫാക്കൽറ്റി എനിക്ക് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നോക്കണം. വി നീഡ് ടു ഡീപ്പ് ഇൻസൈഡ് വി നീഡ് ടു നോ ദാറ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എക്കണോമിയിൽ പ്ലേ ചെയ്യാൻ പോകുന്ന മേജർ റോൾ, അല്ലെങ്കിൽ നമ്മളെ ക്ലയൻറ്റ് ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് നമ്മൾ റിലൈ ചെയ്യുമ്പോൾ അവർ നമ്മളിൽ ഏൽപ്പിക്കുന്ന ട്രസ്റ്റ്. ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ നമ്മൾ സ്റ്റഡീസിൻ്റെ സമയത്ത് ചെയ്താൽ പോട്ടെ എന്ന് വെക്കാം, കുറച്ച് മാർക്കേ പോവുള്ളൂ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് അങ്ങനൊരു മിസ്റ്റേക്ക് നമ്മുടെ അടുത്ത് പറ്റിക്കഴിഞ്ഞാൽ ക്ലയൻറ്റിന് ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റ് ഹ്യൂജാണ്, അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ലോസ് ഹ്യൂജാണ്. സോ ഒബ്വിയസ്ലി ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻഡസ്ട്രീൻ്റെ റിക്വയർമെൻറ്റും കൂടി വരികയാണ്. ഓട്ടോമാറ്റിക്കലി ഐ.സി.എ.ൻ്റെ സൈഡിൽ നിന്നുള്ള സിലബസിലും അവർ അങ്ങനത്തെ ചേഞ്ചസ് അവർ കൊണ്ടുവരാൻ നോക്കും. പ്ലസ് റിസൾട്ട് വന്നപ്പോഴാണ് ഐ.സി.എയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാൻ റീകളക്ട് ചെയ്യുന്നത്. എൻട്രി ടഫും എക്സിറ്റ് ഈസിയറും ആക്കുക എന്നുള്ളൊരു അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ.സി ഇത്ര സീരിയസ് ആക്കി ഇത് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഫൈനലിനേക്കാൾ പാസ് പെർസെൻറ്റേജ് കുറച്ചു എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു 2018 ഇതിന് മുന്നത്തെ ന്യൂ സിലബസ് വന്നത്. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ അറ്റംപ്റ്റിൽ, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2019 ഓർ സംതിങ്, പാസ് പെർസെൻറ്റേജ് ഇതേപോലെ തന്നെ ഒരു 18%, 17% എന്തോ എത്തിയിരുന്നു. ബാക്കിയുള്ളതൊക്കെ ആവറേജ് 30-35, ചില അറ്റംപ്റ്റിൽ 40s വരെ പോയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ഒരു അറ്റംപ്റ്റ് അങ്ങനെ വരും ചെയ്തിരുന്നു. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഞാൻ ഫെയിലായി, ഐ എം നോട്ട് ബോൺ ഫോർ ദിസ്, അല്ലെങ്കിൽ ഈ കോഴ്സ് എനിക്കുള്ളതല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മളായിട്ട് സ്വയം എത്താനൊന്നും പാടില്ല. നിങ്ങൾ ഫെയിലായി എന്ന് പറയുമ്പോഴും യു ആർ അമോങ് ദോസ് 85% സ്റ്റുഡൻസ് ഹു കുഡൻറ്റ് മേക്ക് ഇറ്റ്. 15% പാസ്സായിട്ടുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആക്ച്വലി അസസ് ചെയ്യണം എന്താണ് ഇവിടെ നോക്കേണ്ടത് എന്നുള്ളത്. ലൈക്ക് അപ്പോൾ അവിടെ എനിക്ക് തൊട്ട് മുന്നത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞൊരു സംഭവം, അതായത് ഇപ്പോൾ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ എനിക്ക് ഫേസ് ചെയ്തൊരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ലോയാണ്. പല സ്റ്റുഡൻസിനും ഒരു ക്യാപ്സ്യൂൾ പോലെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ, സാറേ നമ്മൾ എന്താ പഠിക്കേണ്ടത്, അത് ഇൻ്റർമീഡിയറ്റിൽ വരെ ഉണ്ട് കേട്ടോ, അതൊരു ഡേഞ്ചറസ് സിനാരിയോ ആണ്. നമ്മൾ എന്താ പഠിക്കേണ്ടത്, ബൈ ഹാർട്ട് എന്താ പഠിക്കേണ്ടത്, ആ സംഭവം നമുക്കാണ് പറഞ്ഞുതരി, നമ്മളതാണ് പഠിക്കുക. ഈ സംഭവം ഇവിടെ വർക്കൗട്ട് ആവില്ല. അല്ലെങ്കിൽ എക്സാമിന് അടുപ്പിച്ചായിട്ട് സാർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ഞാൻ സോ ദാറ്റ് അത് മാത്രം പഠിച്ചിട്ട് പോവുക. നിങ്ങൾ മേ ബി ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ ചിലപ്പോൾ നമ്മളെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ചെയ്തിട്ടുണ്ടാവും. CA എക്സാംസിൽ നമ്മൾ അത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ്, നമ്മൾ അങ്ങനത്തെ ഒരു സിനാരിയോയിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നിങ്ങൾ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും പേപ്പർ വെരിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യരുത്. ഐ.സി.എൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ പേപ്പറിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ റീവെരിഫിക്കേഷൻ എന്നുള്ള റീകൗണ്ടിങ് എന്നുള്ള പ്രോസസ്സിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ മടിച്ച് നിൽക്കരുത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലും ഉണ്ടോ നോക്കണ്ട, അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കരുത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ, എസ്പെഷ്യലി അതൊരു ഗാംബ്ലിംഗ് പോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതല്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞു പോയി തോന്നുകയാണെങ്കിൽ നമുക്ക് പേപ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഓക്കെ, ഐ.സിയുടെ സജസ്റ്റഡ് ആൻസേഴ്സ് റിലീസ്ഡ് ആയിട്ടില്ല, നമുക്ക് റെസ്പെക്റ്റീവ് ഫാക്കൽറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇനി നമ്മളെ മിസ്റ്റേക്ക് തന്നെയാണോ ജെന്യുവൻലി. എനിക്കറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസ് ഉണ്ടായിരുന്നു, ആൾ 60+ എക്സ്പെക്ട് ചെയ്തൊരു സബ്ജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫൈനലിൻ്റെ കേസാണ്. ആൾ 40 റേഞ്ചിൽ എന്തോ കിട്ടിയിട്ടുള്ളൂ. പേപ്പറിന് അപ്ലൈ ചെയ്ത് പേപ്പർ കിട്ടിയപ്പോൾ ഹി സെഡ് ഹി വാസ് സാറ്റിസ്ഫൈഡ്, എനിക്ക് ഡിസേർവ് ചെയ്യണ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്. നൗ
ദ പോയിന്റ് ഐ എം ട്രൈങ് ടു സേ ഇസ് അത് ആളെ അടുത്ത അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. സോ വി നെവർ നോ, ഏതൊർ വേ നമ്മൾ ബെനിഫിറ്റ് ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയില്ല, നമ്മൾ പേപ്പറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ മാർക്ക് ഇൻക്രീസ് ആവും, ഓർ മിസ്റ്റേക്ക് എന്താ എന്നുള്ള നമുക്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത അറ്റംപ്റ്റിൽ നമുക്കത് ക്ലിയർ ചെയ്യാനും പറ്റും. ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ്, ഡയറക്റ്റ്ലി ജാനുവരി അറ്റംപ്റ്റ് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിൽക്കരുത്. ഈ സെപ്റ്റംബറിൽ അറ്റംപ്റ്റ് ഉണ്ട്, ടൈം സഫീഷ്യൻ്റ് ആണ്. നിങ്ങൾക്ക് മാർക്സ് കുറഞ്ഞത് വളരെ ചെറിയ പെർസെൻറ്റേജിലൊക്കെ പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ICA പാസ് പെർസെൻറ്റേജ് കുറച്ചു പോട്ടെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പുറത്തെ സൈഡിൽ ICA ഉണ്ടാക്കിയ ഒരു ബെനിഫിറ്റാണ് നമുക്ക് വർഷത്തിൽ 3 അറ്റംപ്റ്റ് എന്നുള്ളത്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. നിങ്ങളെ മാർക്സ് വെരി ലോ ആണ്, ലൈക്ക് ചില സ്റ്റുഡൻസിനൊക്കെ കേസിൽ ഐ സോ ദ മാർക്സ് ഫോർ ലൈക്ക് എല്ലാ സബ്ജക്റ്റിനും ഓൾമോസ്റ്റ് 15 ഒക്കെ താഴെയാണ്, 15 ഒക്കെ താഴെയാണ്. അത് ഡീപ്ലി അസസ് ചെയ്യാനുണ്ട് ആക്ച്വൽ പ്രോബ്ലം എന്താണെന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ മാർക്സ് ഇസ് ലൈക്ക് 35, 38 ആ റേഞ്ചസിൽ എല്ലാ സബ്ജക്ട്സും ഈക്വലി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില സബ്ജക്റ്റ് പാസ്സായി ബാക്കി ചിലത് 35+ ഒക്കെ ആണെങ്കിൽ സെപ്റ്റംബർ അറ്റംപ്റ്റ് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. സ്റ്റഡീസ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? സ്റ്റഡീസ് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ വേണം. ഒരു ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളത്. അതില്ല എന്നുണ്ടെങ്കിൽ അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല, അത് നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക തന്നെ വേണം. അത് നമ്മൾ ഈ അവൈലബിൾ ആയിട്ടുള്ള ടൈം, ഇതിപ്പോൾ ജൂലൈ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഓൾമോസ്റ്റ് നമുക്ക് 1.5 months റേഞ്ചിൽ എന്തോ നമുക്ക് പെൻഡിങ് ഉള്ളൂ. നമ്മൾ സ്റ്റഡീസ് പ്ലാൻ ചെയ്യേണ്ടത് ICAൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ സെക്ഷൻ വൈസ് വെയിറ്റേജ് അല്ലെങ്കിൽ സ്കിൽ വൈസ് വെയിറ്റേജ് എന്നുള്ള ഡോക്യുമെൻ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അതിൽ നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയാസ് അതിൽ എത്ര വെയിറ്റേജാണ് ICA ആ ടോപ്പിക്കിന് കൊടുത്തിട്ടുള്ളത് നോക്കുക. നല്ല ഹൈ വെയിറ്റേജുള്ള ടോപ്പിക് ആണെങ്കിൽ യു കനോട്ട് ടേക്ക് ദ റിസ്ക്, സെലക്റ്റീവ് സ്റ്റഡി പറ്റില്ല, അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ നോക്കുക. ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടോ യൂട്യൂബ് ക്ലാസ്സസോ ഫാക്കൽറ്റിനോട് ഡിസ്കസ് ചെയ്തിട്ടോ വാട്ട് എവർ. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ലോ എന്നുള്ള പേപ്പർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാൻ ലോൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ. അതിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. ബിസൈഡ്സ് ദാറ്റ് ഏതൊക്കെ മറ്റ് സബ്ജക്റ്റിന് ഫാക്കൽറ്റി ഏതൊക്കെ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റിന് ബെനിഫിറ്റ്സും കിട്ടും. ഇതിന് പുറമെ ഞാനിപ്പോൾ യൂട്യൂബിൽ RTPയുടെ ഡിസ്കഷൻ സെഷൻസ് മറ്റ് റിവിഷൻ സീരീസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ദാറ്റ്. ദാറ്റ് ഇസ് വൺ ആസ്പെക്ട്. നമ്മൾ വീക്കായിട്ടുള്ള ഏരിയാസ് ഹൈ വെയിറ്റേജുള്ള സംഭവമാണെങ്കിൽ നമ്മൾ അതെങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ നോക്കണം. കുറഞ്ഞ വെയിറ്റേജുള്ള ഏരിയാസ് ഉള്ളതെങ്കിൽ പിന്നെയും പോട്ടേ നോക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ ആ സെക്ഷൻ വൈസ് വെയിറ്റേജ് അല്ലെങ്കിൽ സ്കിൽ വൈസ് വെയിറ്റേജ് എന്നുള്ള ICAയുടെ സൈറ്റിലുള്ള ഡോക്യുമെൻറ്റ് കീപ്പ് എൻ ഐ ഓൺ ദാറ്റ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ലൈക്ക് ഐ സെഡ് ഏർലിയർ, നമുക്ക് കുറേ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ള സംഭവം നമ്മൾ വിട്ടുപോയി. അത് ഏകദേശം മറക്കേണ്ട ടൈമായി. ICA സ്റ്റാൻഡേർഡ് കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. പാസ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജിൽ നമ്മളെങ്ങനെ ഇൻക്ലൂഡ് ആവാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. ദാറ്റ് ഈസ് വേർ ICAയുടെ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ചുണ്ടായ ട്രിക്കൊന്നും അല്ല കേട്ടോ, ഇത് എത്രയോ കാലമായിട്ടുള്ള സംഭവമാണ്. ICAയുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് അത് ഇപ്രാവശ്യത്തെ ലോ പേപ്പറിൽ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടൊരു സംഭവമാണ്. അത്യാവശ്യം ഹൈ പെർസെൻറ്റേജ് 40 to 50% ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം ICAയുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ്, ഇല്ലസ്ട്രേഷൻസ്, ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. വി നീഡ് ടു അഡ്മിറ്റ് ദാറ്റ് ഫാക്ട്. നമ്മൾ എത്രമാത്രം അതൊക്കെ ചെയ്തിട്ടുണ്ട്, സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണം. പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്, RTP, MTP സിലബസ് മാറി ശരി തന്നെയാണ്, പക്ഷേ പല ടോപ്പിക്സും പണ്ടുള്ള ടോപ്പിക്സ് ഇപ്പോഴും ഉണ്ട്. ആ ഏരിയാസൊക്കെ നമ്മൾ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റും, ആ ഏരിയാസ് നമ്മൾ നോക്കണം. നമ്മൾ ക്ലിയർ ചെയ്ത ഫ്രണ്ട്സുമായിട്ട് യു ഹാവ് എ ഡിസ്കഷൻ. അത് നിങ്ങളെ കൂടെ നിങ്ങളെ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ അതിന് മുന്നേ ക്ലിയർ ചെയ്തവരാവട്ടെ, ഇഫ് ദേ കുഡ് മേക്ക് ഇറ്റ്, അവർ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നോക്കുക. നിങ്ങളെ ഫാക്കൽറ്റി നിങ്ങൾക്ക് ഓരോ ടിപ്സ് പറഞ്ഞുതരും. ഇതെല്ലാം എല്ലാവർക്കും വർക്ക് ചെയ്യണം എന്നില്ല. നമ്മളത് അഡോപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ മൈൻഡിനെ പറയും ഇതെനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണില്ല, ഇങ്ങനെ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ അക്കോർഡിംഗ്ലി റെസ്പെക്റ്റീവ് ചേഞ്ചസ് വരുത്തുക. ബട്ട് ദ പോയിന്റ് ഇസ്, ഒരാൾ ഒരു കോഴ്സ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു ഫാക്ടർ, ഇഫ് യു ഫീൽ നിങ്ങൾ ഭയങ്കര വീക്കാണ് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ, നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് വേണമെന്ന് മസ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്ന വേണം. പലരും ചിലപ്പോൾ അങ്ങനെ വായിച്ച് വിട്ട് പോകാറുണ്ട്. തിയറി സബ്ജക്ട്സൊക്കെ എസ്പെഷ്യലി അത് നമ്മൾ എഴുതി തന്നെ പഠിക്കേണ്ടി വരും. ഐ നോ ദാറ്റ് ടൈം ഈസ് ലെസ്. അത് നമ്മൾ ഡേയ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഡേയ്സ് കുറവാണ്, ബട്ട് ഹവേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എഫക്റ്റീവ് ടൈം എടുക്കാൻ പറ്റും നമ്മൾ നോക്കി തന്നെ വേണം. ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ്, ഫംഗ്ഷൻസ്, പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ സെപ്റ്റംബറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ടൈം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു എക്സാം സെറ്റപ്പിൽ തന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മളൊന്ന് ആ അലോട്ടഡ് ടൈമിനുള്ളിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ബാക്കി ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി നീഡ് ടു അസസ് നമ്മളെ ഇഷ്യൂ എവിടെ എന്നുള്ളത്. റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ടെസ്റ്റ് പേപ്പേഴ്സ്, നിങ്ങളെ പ്രിപ്പറേഷൻ ഷുഡ് ഓൾവേസ് ബി ICAയുടെ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ബേസിൽ തന്നെ വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ബാക്കി അത് ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. അത് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്ന ഏരിയാസ് മാത്രം നമ്മൾ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യുക.
അത് ലാസ്റ്റിക്ക് വെക്കരുത്. ബാക്കി പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള സംഭവം ആ ഒരു അപ്രോച്ച് ചെയ്യരുത്. ഹാവ് എ ഡിസ്കഷൻ വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മളിപ്പോൾ ഇന്നലെ റിസൾട്ട് വന്ന് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന തന്നെ അഗെയിൻ ഞാൻ കുറേ വരുന്ന മെസ്സേജസിന് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ബട്ട് ദെൻ ഐ തോട്ട് ഓക്കെ എന്താണ് നിൽക്കുന്നില്ല, കുറേ മെസ്സേജസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഫെൽറ്റ് മേ ബി ഐ ഹാവ് ടു ഗിവ് ദിസ് ടോക്ക്. യു മൈറ്റ് ബി അപ്സെറ്റ്, യുവർ ഫാമിലി മൈറ്റ് ബി അപ്സെറ്റ്. നിങ്ങളുടെ പാരൻസിൻ്റെ കൺസേൺ ജെന്യുവൻ ആയിരിക്കും. അവർക്ക് നിങ്ങളെ കരിയറിനെ പറ്റി ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടാവും. ബട്ട് ഇൻ ദി എൻഡ് നമുക്ക് ഡീപ്പ് ഇൻസൈഡ് നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫെയിലിയറിൻ്റെ റീസൺ നമ്മൾ തന്നെയാണെങ്കിൽ നമ്മളത് റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന വേണം. അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഗെറ്റ് ഹെൽപ്പ്. അത് നിങ്ങൾ സക്സസ് ആയ പാസ്സായ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഫാക്കൽറ്റി അടുത്താണെങ്കിൽ അങ്ങനെ പാസ്സാവുക എന്നുള്ളത് നമ്മൾ ആവശ്യമാണ്. അല്ലാതെ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇമ്പാക്റ്റ്, ഡെഫിനറ്റ്ലി ക്രിയേറ്റ്സ് എൻ ഇമ്പാക്റ്റ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമ്മളെ എയിം അല്ലെങ്കിൽ നമ്മളെ സക്സസ്, നമ്മളെ അൾട്ടിമേറ്റ് ഗോൾ ഇസ് നോട്ട് CA ഫൗണ്ടേഷൻ പാസ്സാവുക എന്നുള്ളതല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളതാണ്. ആൻഡ് അതും ഫ്രം വൺ ആസ്പെക്ട്. ഞാനതൊക്കെ പറയുമ്പോൾ ഏത് സെൻസിലെടുക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ബട്ട് ആസ് എ ഫാക്കൽറ്റി ഇത്രയും കാലത്തെ ആ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, പലരും ചിലപ്പോൾ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത്, ഫൗണ്ടേഷൻ പലപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ട്രാപ്പാണ്. നമ്മൾ ഈ കോഴ്സിനെ ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് പിന്നെ ഇൻ്റർ അങ്ങനെ സ്റ്റക്കായി കിടക്കണം. ഒരുപാട് അറ്റംപ്റ്റ് എഴുതി ലാസ്റ്റ് അവർക്ക് കാര്യമായിട്ട് ക്വാളിഫിക്കേഷനും ഇല്ല. പാസ്സായതാകെ +2 ആണ്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ട്രാപ്പ് ആവുന്ന സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പോൾ വെൻ ഐ ഒബ്സർവ് നമ്മളെ ഇപ്പോഴത്തെ ഫോക്കസ് നോക്കുകയാണെങ്കിൽ, സിലബസ് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ നല്ല വാസ്റ്റാട്ടോ. പണ്ടൊക്കെ CPT അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഒന്നുമല്ല നമ്മൾ പറയും. ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു 5% പോലും CA ഫൗണ്ടേഷൻ ഇല്ല എന്ന് പറയും. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല, നല്ല വാസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ലോ പേപ്പർ ഇൻ്റർമീഡിയറ്റിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദിവസം വേണം ഫൗണ്ടേഷനിൽ എടുക്കാൻ. വോളിയം ഇൻ്ററിലാണ് കൂടുതൽ, പക്ഷേ അത് അത്രയും ഡെപ്തിലുള്ള അത്രയും നിയമങ്ങൾ നമുക്ക് ഫൗണ്ടേഷൻ ലെവലിൽ പഠിപ്പിക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല കാലിബറുള്ള ആൾക്കാരാണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർമീഡിയറ്റും ഫൈനലും ഏകദേശം നിങ്ങൾ ആ ഫ്ലോയിൽ ആ ഒരു സീക്വൻസിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവും. ഇറ്റ് ഈസ് പോസിബിൾ നൗ. അത് ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ കോഴ്സിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവം. ഫെയിലിയർ ഡീപ്പ് ഇൻസൈഡ് നമ്മൾ മൈൻഡിലേക്ക് എടുക്കാതൊക്കെ, ആൾക്കാർ എന്തൊക്കെയാണ് പറയുക വാട്ട് എവർ, അതൊക്കെ നമ്മളിപ്പോൾ കാര്യമാക്കി എടുക്കാതൊക്കെ നമ്മളെ ഗോൾ, നമ്മളെ വിഷൻ നമ്മൾ മേക്ക് ഷുവർ നമ്മൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോഴ്സ് അത്യാവശ്യം നല്ല വാല്യുള്ള കോഴ്സാണ്. അതിൽ എന്താണോ റിക്വയർമെൻറ്റ് വരുന്നത് അത് എൻ്റെ സൈഡിൽ നിന്ന്, നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ എന്താണോ ബിൽഡ് ചെയ്യാനുള്ളത് ആ ലെവലിലേക്ക് നമ്മൾ എത്താൻ നോക്കുക. ലോൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. ഡു ജോയിൻ ദാറ്റ്. അതിൽ എൻ്റെ സൈഡിൽ നിന്ന് ഹൗ മച്ച് അവർ എനിക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, മറ്റ് സബ്ജക്ട്സിൻ്റെയും ഹെൽപ്പ് എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഞാൻ അതിൽ റെസ്പെക്റ്റീവ് ഫാക്കൽറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് തരാം, സെഷൻസുമായിട്ട് കണക്ട് ചെയ്ത് തരാം, അങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻഷാ അല്ലാഹ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.